വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി ഇച്ചിരി കുറഞ്ഞു പോയി. ഇന്നലത്തെ പ്രാർത്ഥനയും പരിപാടിയും എല്ലാം കഴിഞ്ഞ് ആകപ്പാടെ ക്ഷീണിച്ച് ഇന്ന് രാവിലെ ഒരു വിധത്തിലാണ് കാപ്പി കുടിച്ചത്. കാപ്പി കുടിച്ചു. ഉച്ചയ്ക്ക് അധികമൊന്നും ഭക്ഷണം കഴിച്ചില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു. കാരണം ഇന്നലത്തെ പ്രാർത്ഥനകൾ അതുപോലെയായിരുന്നു. ഭയങ്കര ശക്തമായ പ്രാർത്ഥനകളും പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് ഊണൊക്കെ കഴിഞ്ഞു. ജോമോള് വൈകുന്നേരം കുളിപ്പിച്ചു. കുളിപ്പേരൊക്കെ കഴിഞ്ഞ് പിന്നെ ഒന്ന് കിടന്നിട്ട് പിന്നെയുള്ള പ്രാർത്ഥനയാണ് ഇത് കേൾക്കുന്നത്. അപ്പോൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേനാണ് എലിക്കുട്ടിയമ്മ പിന്നെ ആക്റ്റീവായത്. ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. ഇന്നലെ ഇതുപോലെ പ്രാർത്ഥിച്ചാണ് ഭയങ്കര ക്ഷീണമായിപ്പോയായിരുന്നു. രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നു. കാരണം ഈ ഗ്യാസ് പിടിച്ചാണ് എയർ പിടിച്ചാണ് ചെല്ലുന്നത്. അതുകൊണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാനൊക്കെ അടുപ്പായിപ്പോയി. ഈ പ്രാർത്ഥന അങ്ങ് പുറത്തൊക്കെ നന്നായിട്ട് കേൾക്കാം. പുറത്തൊക്കെ നല്ല ഒച്ചത്തിൽ കേൾക്കാം. ഭയങ്കര സൗണ്ടാണ്. ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ അനുഗ്രഹിക്കണം, വിശായെ അനുഗ്രഹിക്കണം, കർത്താവെ അനുഗ്രഹിക്കണം, വിശായയോട് പ്രാർത്ഥന എടുക്കണം. ഒരു മണിക്കൂറോളം അടുത്തായി ഇപ്പം എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥന തുടങ്ങിയിട്ട്. ഞാൻ ആദ്യം എടുക്കുമ്പം അരമണിക്കൂർ മുമ്പാണ് എടുത്തത്. ഇപ്പോൾ എലിക്കുട്ടിയമ്മയുടെ പ്രാർത്ഥനയുടെ ശക്തി, സ്പീഡ് അല്ല ഒച്ച കുറഞ്ഞെന്ന് പറഞ്ഞാണ്. ഒച്ച കുറഞ്ഞു. ക്ഷീണമായി മടുത്തെന്ന് തോന്നുന്നു. എന്തായാലും നോൺ സ്റ്റോപ്പായിട്ടുള്ള പ്രാർത്ഥനയാണ് ഇപ്പോൾ എലിക്കുട്ടിയമ്മ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. ഈ അവസ്ഥയിൽ പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല. അമ്മ ചെയ്യുന്ന കാര്യങ്ങൾ അമ്മ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയുള്ളൂ. നമ്മൾ പറഞ്ഞാലൊന്നും മനസ്സിലാകത്തില്ല. നിർത്തുന്നില്ല. മതിയില്ലേ? എന്തരയായി? ഒത്തിരി ഇല്ലല്ലോ. ഒത്തിരിയേ പ്രാർത്ഥന ഒത്തിരി നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഒത്തിരി നേരം ആയല്ലോ എന്ന്. ശ്വാസം മുട്ടുന്നുണ്ടോ? പ്രാർത്ഥന തുടങ്ങിയിട്ടേ ഒത്തിരി നേരം ആയല്ലോ എന്ന്. മടുത്തില്ല എന്നാ ചോദിച്ചേ. ശ്വാസം മുട്ടുന്നുണ്ടല്ലോ. രാവിലെയൊക്കെ വലിയ വിഷമിച്ചാ ഭക്ഷണം കഴിച്ചത്. ഭയങ്കര ക്ഷീണമായിരുന്നു. രാവിലെയൊക്കെ വിഷമിച്ചല്ലേ ഭക്ഷണമൊക്കെ കഴിച്ചത്. ഭയങ്കര ക്ഷീണമായിരുന്നു ഇന്നലത്തെ പ്രാർത്ഥനയും പരിപാടിയും കാരണം. ഇന്നലെ ഭയങ്കര പ്രാർത്ഥനയൊക്കെ അല്ലായിരുന്നോ? 3-4 ട്രിപ്പാ ഇന്നലെ രാവിലെ മുതൽ പ്രാർത്ഥനയില്ലേ ഇത്. ഭയങ്കര ഒച്ചത്തിലേ 3-4 ട്രിപ്പായിട്ടാണ് ഇന്നലെ ചെല്ലിയത്. എലിക്കുട്ടിയമ്മ അതിന്റെ ക്ഷീണം കാരണം ഇന്ന് രാവിലെ ഭക്ഷണമൊക്കെ കഴിക്കാൻ പാടായിരുന്നു. കൂടിയില്ലെന്നല്ല പറഞ്ഞേ. എലിക്കുട്ടിയമ്മക്ക് ഇന്നലത്തെ പ്രാർത്ഥന ചെല്ലിച്ച കാരണം രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് രാവിലെ കാപ്പി കുടിക്കാനും ഉച്ചയ്ക്ക് കഞ്ഞി കുടിക്കാനും ഒക്കെ വിഷമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും കുളിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും പ്രാർത്ഥന തുടങ്ങിയില്ലേ. ഇത്ര ഒച്ചത്തിൽ ചെല്ലണ്ട. കഞ്ഞിയൊന്നും കുടിച്ചില്ല. അത് ഈ ക്ഷീണം കാരണം. ഇത് ഗ്യാസ് കയറിയായിരിക്കും. ഗ്യാസ് കയറി കാണും. പ്രാർത്ഥന ചെല്ലിച്ചില്ലേ, ശ്വാസം പിടിച്ച് പ്രാർത്ഥന ചെല്ലിച്ചില്ലേ. കഞ്ഞിയൊക്കെ ഉണ്ടായിരുന്നു. പ്രാർത്ഥന ചെല്ലിച്ചില്ലേ ഗ്യാസ് കയറി. അതാണ്. എലിക്കുട്ടിയമ്മ കുടിക്കാൻ ഞാൻ ആര്യാ പറഞ്ഞേ. എലിക്കുട്ടിയമ്മ എന്നാലും എന്ത് കഞ്ഞി കുടിച്ചോ ഉച്ചയ്ക്ക്? ഇച്ചിരിയല്ലേ കഴിച്ചുള്ളൂ. ഉണ്ടോ കിടന്ന് വലിക്കുന്നുണ്ടോ? എന്നിട്ട് ശ്വാസം പിടിച്ചുള്ള പ്രാർത്ഥനയിൽ ചെല്ലിച്ചിട്ടാണ് ഈ കിടന്ന് വലിക്കുന്നത്. ഇന്നലെ ഇതുപോലെയൊക്കെ തന്നെയായിരുന്നു. എന്നിട്ട് രാവിലെ ഭയങ്കര ക്ഷീണമായിരുന്നു എണീറ്റ് വരാനായിട്ട്. അപ്പം അങ്ങ് പറഞ്ഞു പോയോണ്ട് ഇനി ചിലപ്പം പിന്നെ തുടരുമായിരിക്കും. ഭയങ്കര ഒച്ചത്തിലാണ് ചെല്ലുന്നത്. ഭയങ്കരമായിട്ട് ശ്വാസം പിടിച്ചുകൊണ്ട്. പ്രധാനപ്പെട്ട ഒരാളെ ആക്കണം. നിയന്ത്രിച്ചെല്ലാം സംഗതിയാക്കി അത് എലിക്കുട്ടിയമ്മയോട് പറഞ്ഞാൽ കേൾക്കുവോ? ആളെ ആക്കിയാലേ. എലിക്കുട്ടിയമ്മയുടെ അടുത്ത് ആളെ ആക്കിയാലും എലിക്കുട്ടിയമ്മ കേൾക്കത്തില്ലല്ലോ. ആര്? സന്ധ്യപ്രാർത്ഥന ചെല്ലിയാൽ മതിയെന്നേ. ഇതിനൊക്കെ കിടന്ന് ഇപ്പോഴും ഈ അതുപോലെ ഭയങ്കര വശത്തിൽ ചെല്ലണോ? ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അതിൻ്റെയൊക്കെ കാര്യങ്ങളെല്ലാം നടത്തുള്ളൂ. ശ്വാസം മുട്ടുന്നു. ഭയങ്കര ശക്തമായ പ്രാർത്ഥന. പിന്നെ ഇത് കാണുമ്പോൾ എല്ലാവർക്കും ബോറാവൂലോ തോർത്താണ് ഇത് കാണിക്കാതിരിക്കുന്നതിൻ്റെ കാര്യം. ഇപ്പോൾ കിടന്ന് മുട്ടുന്ന കണ്ടാ ആൾക്കാർ വിചാരിക്കും വേറെ എന്തെങ്കിലും പറ്റിയായിട്ടായിരിക്കുന്നു. പക്ഷേ ശക്തമായ പ്രാർത്ഥന, ശ്വാസം പിടിച്ചുള്ള ശക്തമായ പ്രാർത്ഥന ലിച്ചായിരുന്നു അല്ലേ? വീട്ടിലുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ ആരും വരാനൊന്നുമില്ല.
എന്നാ അവരൊക്കെ ചെല്ലട്ടെ പ്രാർത്ഥന. ആ അവർ ചെല്ലിക്കോളൂ. എലിക്കുട്ടിയമ്മ ചെല്ലി മടുത്തില്ലേ? ചെല്ലി മടുത്തില്ലേ? പ്രാർത്ഥന ചെല്ലി മടുത്തില്ലേ? ആ അതുകൊണ്ട് ഇനി പിന്നെ ചെല്ലിയാൽ മതി. ഇനി വേണേൽ ഇച്ചിരി നേരം എണീറ്റ് നടക്ക്. ഇതിലേ ശകല നേരം ഏറ്റ് നടക്ക്. ഇടയ്ക്കൊന്ന് നേരമായിട്ട് നടന്നു വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇത് തന്നെയായിരുന്നു. അത് പ്രാർത്ഥന പണ്ടേ കുടുംബമായിട്ടുള്ള കുടുംബ പ്രാർത്ഥനയാണ്. ആ അങ്ങനെയാണ് ജയിക്കൊണ്ടിരിക്കണേ. ആ കുടുംബ പ്രാർത്ഥന ഒറ്റയ്ക്ക് ചെല്ലേണ്ട കാര്യമുണ്ടോ? അതുപോലെ ഇത്രയും സമയമെടുത്തും ഇത്രയും ഒച്ചത്തിലും ഒക്കെ എല്ലാവരും കൂടെ കൂടി ചെല്ലിയാൽ പോരെ? നേരത്തെ അമ്മ ഇങ്ങനെയായിരുന്നു കേട്ടോ. ഇങ്ങനെ ഈ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതിനൊക്കെ മുമ്പത്തെ കാലത്തും അമ്മ ഇങ്ങനെയായിരുന്നു. ചില ദിവസങ്ങളിൽ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും. രാവിലെ തുടങ്ങിയാൽ വൈകുന്നേരത്തെ വരെ പ്രാർത്ഥനയായിരിക്കും. ചില ദിവസങ്ങളിൽ വൈകിട്ടായിരിക്കും പ്രാർത്ഥന. വൈകിട്ട് ഉറക്കത്തില്ല. അമ്മ ഏറ്റിരുന്നും കിടന്നും നടന്നുകൊണ്ടും ഒക്കെ ഭയങ്കര പ്രാർത്ഥനകളായിരുന്നു. അതൊക്കെ കുറച്ച് മാറിപ്പോയാണ്. ഇപ്പോൾ പിന്നെ അതിപ്പോൾ ഈ ക്ഷീണം കഴിഞ്ഞ് ഏകദേശം എണീറ്റ് വരുന്ന സമയമായപ്പോഴത്തേനാണ് പിന്നെയും അമ്മയുടെ ഭാഗത്തുനിന്ന് ഈ പ്രാർത്ഥന തുടങ്ങിയിരിക്കുന്നത്. ചായ കുടിയൊക്കെ കഴിഞ്ഞാണ് തുടങ്ങിയത് കേട്ടോ പ്രാർത്ഥന. ഭക്ഷണം കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് കഴിപ്പ് കുറവായിരുന്നു, കുറച്ചേ കഴിച്ചുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ചായ കുടിക്കാനായിട്ട് വിളിച്ചപ്പോൾ വരുന്ന ചായ കുടിച്ചു കഴിഞ്ഞ് വന്ന് കടന്ന് അതിനു മുമ്പ് കുളിപ്പിച്ചായിരുന്നു. നമ്മളതിന് മുമ്പ് കുളിപ്പിച്ചായിരുന്നു. കുളിപ്പിച്ച് വന്ന് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി നടന്നില്ല. പണ്ടൊക്കെ നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ, കുളിച്ച് കഴിഞ്ഞ് ഒത്തിരി വർത്തമാനമൊക്കെ പറയുന്നത്. ഇപ്പോൾ ക്ഷീണത്തിനെ കൊണ്ടാണ് വർത്തമാനമൊന്നും പറയാൻ നിന്നൊന്നുമില്ല. തലക്കെട്ടൊക്കെ കെട്ടി ഇവിടെ നേരെ വന്ന് കിടക്കുവായത്. കിടന്നിട്ട് ചായ കുടിക്കാനായിട്ട് വിളിച്ചപ്പോഴത്തേനും ചായ കുടിക്കാനായിട്ട് വന്നു. ചായ കുടിച്ച് കഴിഞ്ഞ് വന്ന് കുറച്ച് നേരം കൂടെ കിടന്ന ശേഷം പ്രാർത്ഥന തുടങ്ങിയതാണ്. മണിക്കൂർ എത്രയായി? മടുത്തു. അതുകൊണ്ട് ഇപ്പോൾ ക്ഷീണിച്ച് കിടക്കുവാണ്. ഇനി കഞ്ഞിയൊക്കെ ആര് വെക്കും ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ? എലിക്കുട്ടിയമ്മേ ഇനി കഞ്ഞിയൊക്കെ ആര് വെക്കും ഇങ്ങനെ കടന്നു കഴിഞ്ഞാൽ? ഇങ്ങനെ കടന്നു കഴിഞ്ഞാലേ കഞ്ഞിയൊക്കെ ആര് വെക്കുമെന്ന്? കഞ്ഞിയൊക്കെ ആര് വെക്കുമെന്ന്? നോക്കാൻ പോയില്ല. എലിക്കുട്ടിയമ്മ ഭയങ്കര പ്രാർത്ഥനയല്ലായിരുന്നു? അവർ നോക്കിക്കോളുവോ? ആ കൊടുക്കേണ്ടവർക്ക് കൊടുക്കാനും ഒക്കെ അവർക്കറിയാം. ആ കാര്യങ്ങളൊക്കെ അമ്മക്ക് എല്ലാം കൃത്യമായിട്ട് മനസ്സിലുണ്ട്. ആ പ്രാർത്ഥന ചെല്ലിച്ചയുടെ ഇതാണ് ശ്വാസം പിടിച്ചുള്ള ചെല്ലിച്ചയുടെയാണ്. എന്നാ ഞാൻ മാറുവാണേ. പ്രാർത്ഥനയും പരിപാടിയൊക്കെ കഴിഞ്ഞ് എലിക്കുട്ടിയമ്മ കടന്നിട്ട് കുറച്ച് കഴിഞ്ഞ് പേറ്റ് വന്നിരിക്കുന്നതാണ്. ആ പ്രാർത്ഥന ജില്ലേൻ്റെ മുക്കലും മുകളിലും ഇതേവരെ മാറിയിട്ടില്ല. കണ്ടോ എന്നാ ശക്തമായിരുന്നു നോക്കി. ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട് എല്ലാവരും. ആ ഇവിടെ ഉണ്ട്. വിവാന മുറിയിലുണ്ട്. ജോമോള് പുറത്തുണ്ട്. ഞാനിവിടെ അകത്തുണ്ട്. എലിക്കുട്ടി അകത്തുണ്ട്. പള്ളിയിലെ ഇപ്പം ആരാ പ്രാർത്ഥിക്കാൻ പോണേ? എലിക്കുട്ടിയമ്മയല്ലേ ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചത്. ആ അവരൊക്കെ വീട് വഴി പ്രാർത്ഥിക്കാൻ പോയിരിക്കുക. ശ്വാസം കിട്ടുന്നില്ലല്ലേ? ശ്വാസം കിട്ടുന്നില്ല. പ്രാർത്ഥന എല്ലാം ചെല്ലി മടുത്ത് ശ്വാസമേ കിട്ടുന്നില്ലേന്ന്. ഈ ശ്വാസം പിടിച്ചോളെ പ്രാർത്ഥന എല്ലാം ചെല്ലിയിട്ടല്ലേ? ശ്വാസം പിടിച്ചേ വായു പിടിച്ച് പ്രാർത്ഥന എല്ലാം ചെല്ലിയിട്ടല്ലേ ഇപ്പം ഈ മുക്കണമെന്ന് ചോദിച്ചേ. കഴിക്കണ കാര്യമൊന്നും അല്ല ചോദിച്ചേ. പൊട്ടും ചെവി കേൾക്കില്ലാതെയോ? ഈ കുട്ടിയമ്മ പിന്നെ എണീറ്റ് വന്നിട്ടുണ്ട്. അവിടെ നിൽക്കുക. തലമുടി ഒന്ന് ചെയ്യട്ടെ. കുളിച്ച് കഴിഞ്ഞിട്ടേ ആ പാടെ പരുവൊക്കെ ഇല്ല. അതിലടിച്ചോ ഇതുണ്ട്. തലമുടിയിലെ ഒരുമാതിരി ആ കിടന്ന പ്രാർത്ഥനയെല്ലാം ചെല്ലി തലമുടിയിലെ ഒരു വകയായി. നേരത്തെ കെട്ടി വെച്ചോണ്ടിരുന്ന
വൃത്തിയായി മാറി അടയ്ക്കട്ടെ. അടച്ചോ അടച്ചോ, അതിന് കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് ആൾക്കാർ കയറി വരും. ആര് അത് ഞങ്ങൾക്ക് അടയ്ക്കണം. ഇങ്ങോട്ട് ആരാ വരുന്നേ? ഇവിടെ ആൾക്കാർ വരും. ആര് എൻ്റെ അങ്ങോട്ട് ആര് വരാനാ? ഇങ്ങോട്ട് വന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് കൂടെ. പ്രാർത്ഥന കൂടാൻ വരുമ്പോൾ അടച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥന കൂടാൻ പറ്റുമോ? പ്രാർത്ഥന കൂടാൻ വരുന്നവരെ വാതിലടച്ചാൽ പ്രാർത്ഥന കൂടാൻ പറ്റുമോ? പ്രാർത്ഥന കൂടാൻ വരുന്നവർ വരുമ്പോൾ വാതിലടയ്ക്കുകയാണോ ചെയ്യണേ? അവിടെ ഇവിടെ ചൊല്ലിക്കും. അപ്പോൾ വാതിലടച്ചിട്ടല്ല എങ്ങനെ ശരിയാകുന്നേ? ഇവിടെയുള്ളവരോട് കൂടി. വാതിലടച്ചിട്ടാ എങ്ങനെ ശരിയാകുന്നേ? തടസ്സമൊന്നുമില്ല. വാതിലടച്ചാൽ എങ്ങനെ? ആൾക്കാർ വന്നാലേ തടസ്സം ഉണ്ടാവുള്ളൂ. ആൾക്കാർ വന്നാലേ ഉള്ളോ? അല്ല, ആൾക്കാർ വന്നല്ലേ പ്രാർത്ഥനയല്ലേ? നിസ്സാര കാര്യങ്ങൾ പറഞ്ഞ് വലുതാക്കും, എന്നിട്ട് അത് വലുതാക്കും, എന്നിട്ട് പിന്നെ അവിടെ കുഴപ്പിക്കും. ആണോ? അത് വരാതിരിക്കാനാ. ആണോ? വാതിലടച്ചിരുന്നാ? അപ്പോൾ പ്രാർത്ഥന ചെല്ലുമ്പോൾ വരുന്നവർ ഇരിക്കണ്ടേ അവിടെ? വൈകുന്നേരമായപ്പോഴത്തെ എലിക്കുട്ടിയമ്മ ആക്റ്റീവായിട്ടുണ്ട്. ഇച്ചിരി ദേഷ്യഭാവമാണ് മുഖത്തുള്ളത്. തലമുടി ഇപ്പം വന്നപ്പോൾ സമ്മതിച്ചില്ല, ചിരി വഴക്കുണ്ടാക്കി. എങ്കിലും ആ മുക്കിലും മുകളിലും മാറിയിട്ടില്ല. ശ്വാസം പിടിച്ചുള്ള പ്രാർത്ഥനയുടെ മുക്കിലും മുകളിലും മാറിയിട്ടില്ല. ജോമോളെ അവിടെ കാണാത്തതുകൊണ്ട് തിരുത്തിര വന്ന് നോക്കുന്നുണ്ട്. എന്നാ പ്രാർത്ഥന സമയമായില്ല. പ്രാർത്ഥന ചെല്ലാനുള്ള സമയമായില്ല. എലിക്കുട്ടി മുഴുവൻ ചൊല്ലി തീർത്തു. ഒരാഴ്ചത്തെ 3-4 ആഴ്ചത്തെ പ്രാർത്ഥനകൾ മുഴുവൻ ചൊല്ലി തീർത്തുകൊണ്ടിരിക്കുമല്ലേ? ചെല്ലാൻ പറ്റാഞ്ഞെല്ലാം കൂടെ. പ്രാർത്ഥന സമയം ആയില്ലല്ലോ. പ്രാർത്ഥനയ്ക്കുള്ള സമയം ആകുന്നേ ഉള്ളൂ. പ്രാർത്ഥനയ്ക്കുള്ള സമയം ആകുന്നേ ഉള്ളൂ. സമയം ആയില്ലെന്നേ. എലിക്കുട്ടിയമ്മ ഇന്ന് മൊത്തം ചെല്ലുമായിരുന്നല്ലോ. ഇന്നലെ ഇന്നുമായിട്ട് പ്രാർത്ഥന ചെല്ലി ഏക്കാൻ വരാതെ ക്ഷീണിച്ച് കിടക്കുമല്ലായിരുന്നു. മൊത്തം ചൊല്ലി തീർക്കോ ചെയ്തേ. കുറേ നാളായിട്ട് ചെല്ലാതിരുന്ന പ്രാർത്ഥനകൾ മുഴുവൻ ചൊല്ലി തീർത്തു അല്ലേ? 2-3 ആഴ്ചത്തെ പ്രാർത്ഥന എല്ലാം ചൊല്ലി തീർത്തു. ചൊല്ലി തീർന്നില്ല, നോൺ സ്റ്റോപ്പായിട്ട് ചൊല്ലിക്കൊണ്ടിരിക്കുമല്ലേ ഞാൻ. എവിടെ? അതിനെത്തിനാ ഇവിടെ ഇരുന്നേനെ കുഴപ്പം? ഇവിടെ ഇരുന്നേനെ കുഴപ്പം? ഇവിടെ ഇരുന്നേനെ കുഴപ്പം? അവിടെ ഒന്നും ആരുമില്ല. ഇവിടെ എലിക്കുട്ടിയമ്മ മാത്രമേ ഉള്ളൂ. എലിക്കുട്ടിയമ്മ മാത്രമേ ഇവിടെ ഉള്ളൂ. അതെ, അല്ല നോക്കിക്കേ ഇവിടെ വേറെ എല്ലാവരും ഉണ്ടോന്ന്. എന്നാ ഇവിടെ ഇരുന്നേക്കാം. ഇവിടെ ഇരുന്നോട്ടെ. ഇവിടെ ഇരിക്കാം. ഇവിടെ ഇരിക്കാം. അതിനാ? പ്രാർത്ഥനക്കാർക്ക് ഇരിക്കാനുള്ളതാണോ? എന്നാ അപ്പുറം പോയി ഇരുന്നേക്കാം. ആര്? പ്രാർത്ഥനയ്ക്ക് വേറെ ആൾക്കാർ വരും. വരുവോ? കുടുംബത്തിലുള്ള വലിയ മക്കളും ഒക്കെ ആയിട്ട്. ആണോ? എപ്പോഴാ വരുന്നേ? അവരെപ്പോഴത്തേനാ വരുന്നേ? നിങ്ങളൊക്കെ വീട്ടിലിരിക്കുമ്പോഴല്ല അതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്ത് അത് ഓരോന്നും ചെയ്യണം. അതങ്ങനെയാ. ആണോ? അതിന് നിയമ. ആണോ? എന്നാ അറിയാൻ വരാനില്ല. അതറിയത്തില്ലല്ലോ. അതല്ലേ എലിക്കുട്ടിക്ക് ഏതൊക്കെ അറിയത്തുള്ളൂ, നമുക്കിതൊന്നും അറിയത്തില്ല. ഒടുവിൽ തിരുനാൾ പോലെ അങ്ങോട്ട് തീരും സമയം തീരുമ്പോൾ അങ്ങ് ആഘോഷിക്കുക. അങ്ങനെയാ. ആണോ? അല്ലാതെ വെച്ചോണ്ടിരുന്നു കണ്ടുകൊണ്ടിരിക്കുവല്ല. തിരുനാള് പോലെ തീരുവല്ലേ? അതിനല്ലേ തിരുനാള്. ഞാൻ അപ്പുറത്ത് പോയി ഇരുന്നാളോ കേട്ടോ. കൊന്തയിട്ട് പോണേ. അപ്പം അതിലെ ശ്രദ്ധയാണ്. കൊന്തക്കുരു എണ്ണുന്ന ശ്രദ്ധയിലാണ്. അതുകൊണ്ടൊന്നും കേൾക്കില്ല. ഉണ്ടോ? കൊന്തക്കുരു കൊണ്ടുപോകണം എലിക്കുട്ടിയമ്മ. എലിക്കുട്ടിയമ്മ ഇതൊക്കെ പുറത്തിറങ്ങി വന്നു വാതൊക്കെയൊക്കെ നോക്കി നിൽക്കുകയാണ്. വളരെ ദേഷ്യഭാവമാണ് ഇന്ന് കേട്ടോ. പ്രാർത്ഥനയൊക്കെ ശക്തമായ പ്രാർത്ഥനയൊക്കെ ചൊല്ലിക്കഴിഞ്ഞപ്പോൾ എലിക്കുട്ടിയമ്മയ്ക്ക് ഒരു ദേഷ്യഭാവമാണ്. ദേഷ്യഭാവത്തിൽ നിന്നാണ് നോക്കുന്നത്. മുഖത്തൊരു ഭയങ്കര ദേഷ്യഭാവമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. പണ്ടത്തെ ഇപ്പോൾ വാതിലടയ്ക്കുന്നുണ്ട്. പണ്ടത്തെ എലിക്കുട്ടിയമ്മയുടെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അത് നമുക്ക് തുടരുന്നുണ്ടോ, അത് ചെയ്യുന്നുണ്ടോ നമുക്ക് നോക്കാം. കാരണം എന്താണെന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? എലിക്കുട്ടിയമ്മ ഈ ഓടി വന്ന് ഈ കർട്ടൻ സ്ഥിരമായിട്ട് വലിച്ചിടുമായിരുന്നു. അതൊക്കെ ഓർമ്മയിൽ നിന്ന് പോയി. ചാക്കോഴി വെളുത്ത് കിടപ്പുണ്ടല്ലേ? കാപ്പിക്കുരുവൊക്കെയാ.
കാപ്പിക്കുരുവും കൊടിമുളകും ഒക്കെ അവർ പ്രകടിപ്പിക്കുന്ന. മറ്റേത് എലിക്കുട്ടിയമ്മ ഈ കർട്ടൻ എപ്പോഴും വലിച്ചിടുന്നതായിരുന്നു. ഈ സമയമൊക്കെ ആകുമ്പോഴത്തേനും ഉച്ച കഴിയുമ്പോൾ ഈ കർട്ടൻ വലിച്ചിടുന്നതായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പോഴതൊക്കെ അങ്ങ് മറന്നുപോയി. ഇപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ചെരുപ്പിടുന്ന കാര്യങ്ങൾ ഇപ്പം വിട്ടുപോയിരിക്കുകയാണ്. നേരത്തെ ചെരുപ്പ് സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അത് മറന്നുപോയി. അപ്പോൾ എല്ലായിടത്തും പോയി ലൈറ്റ് ഇട്ട് നോക്കുകയാണ്. അപ്പോൾ ഇവിടെ ആരെയും കാണുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. ജോമോളെ പുറത്ത് കണ്ടിട്ടില്ല. അതാണ് സംഭവം. പഴോ ആണോ? ആ തൊലിയും കൊണ്ട് വന്ന തൊലി കയ്യിലുണ്ട്. ആ വഴിയെ കൂടെ ഇതിലൊക്കെ പോകുന്നുണ്ടെന്നേ. പഴത്തിന്റെ തൊലി എലിക്കുട്ടിയമ്മ ഇന്ന് ദേഷ്യ പ്രാർത്ഥന ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. മടുത്ത് ഭയങ്കര ഒച്ചയിലായിരുന്നേ ഇന്നലത്തെ പോലെ തന്നെ. എന്നിട്ട് മടുത്തിട്ട് ഞാൻ ചെന്ന് സംസാരിച്ചപ്പോഴത്തേനും നിർത്തി. പിന്നെ ഭയങ്കര ദേഷ്യമാണ്, ദേഷ്യഭാവമാണ് ഇന്ന് മുഖത്ത് മൊത്തം. അപ്പോൾ സന്തോഷമൊക്കെ കുറവാണ് ഇപ്പം. ഇങ്ങോട്ടോ? അത് വഴിയാ പോണവരാ, അതിലേ പോക്കോട്ടെ. അത് വഴിയല്ലേ, പബ്ലിക് റോഡാ, അതിലെ ആൾക്കാർ പോട്ടെ. ഉണ്ടോ ഇന്ന് ചൂടാണ്. ഇന്ന് എലിക്കുട്ടിയമ്മ ദേഷ്യത്തിലാണ്. പ്രാർത്ഥന കഴിഞ്ഞല്ല മൂഡ് മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ആ ചെരുപ്പിട്ട് നടക്കാൻ മേലേ? ചെരുപ്പേ എലിക്കുട്ടിയമ്മേ, ചെരുപ്പ് എന്ത് ചെയ്യേ? ചെരുപ്പിട്ട് നടക്കാൻ മേലായിരുന്നോ? കാലിന് വേദനയൊക്കെ അടിക്കല്ലേ? പിന്നെ മതിയോ? പുതിയ ചെരുപ്പ് മേടിച്ചു തന്നല്ലേ? പ്രാർത്ഥനയ്ക്കെല്ലാമുള്ള ചെരുപ്പൊന്നുമില്ല. ചെരുപ്പ് എന്തിനാ പ്രാർത്ഥനയ്ക്ക്? ചെരുപ്പ് ഇല്ലാതെയല്ലേ പ്രാർത്ഥന ചെല്ലുന്നേ? ചെരുപ്പ് ഊരിട്ടിട്ടല്ലേ? ഞാൻ ചെരുപ്പൊക്കെ ഇട്ട് നടക്കാൻ മേലേ? ആ അവിടെ ആരുമില്ല. കിടക്കാൻ സമയമാകുമ്പോഴല്ലേ അവിടെ ആൾ വരുള്ളൂ. കിടക്കാൻ സമയമാകണ്ടേ? കിടക്കാൻ സമയമാകുമ്പോഴല്ലേ കട്ടിലെ ആൾ വരുള്ളൂ. അതുവരെ ഓരോ പരിപാടികളില്ലേ? എലിക്കുട്ടമ്മയുടെ മുക്കിലും മുറലും ആ ശ്വാസം പിടിച്ചുള്ള പ്രാർത്ഥനാ ചേച്ചിയുടെ മുക്കിലും മുറലും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ പഴയത് അമ്മ മറന്നു പോയിട്ടുണ്ട്. നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓരോ കാര്യങ്ങളും മാറി മാറി പോകുന്നുണ്ട്. അതിനകത്തിപ്പോൾ മാറാതെയുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ശരിക്കും പ്രാർത്ഥന ചെല്ലുന്നതാണ് അമ്മ ശരിക്കും മാറാതെയുള്ള. ബാക്കി പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് പ്രവൃത്തിയായിട്ട് ചെയ്തുകൊണ്ടിരുന്ന പല കാര്യങ്ങളും അമ്മ മറന്നു പോയിട്ടുണ്ട്. ഓ നീ വന്നപ്പോൾ ചിരിക്കുന്നുണ്ടല്ലോ. ഓ കൂളിനോസ് ചിരിച്ചിരിക്കുന്നു. ഞാൻ വന്നപ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ട കാര്യം പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കും, ഇവിടെ ഇരിക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് പറ്റുള്ളൂ അമ്മയ്ക്ക് അറിയാം. അല്ലേ അമ്മ? അല്ലമ്മ വേറെ വല്ല വഴിക്കും പോകേണ്ട വരും. അല്ല അമ്മ കുറേ നേരേ തപ്പി നടന്നു. ഏറ്റവും ഒന്ന് തപ്പി നോക്കി. അമ്മയുടെ കാര്യങ്ങളൊക്കെ നടക്കണമെങ്കിൽ ഞാൻ വേണമെന്ന് അമ്മയ്ക്ക് അറിയാം. അല്ലേ എലിക്കുട്ടിയമ്മേ? ആണോ? ഞാൻ വേണോ? നീയോ? പിന്നെ നീ ഉണ്ട്, എന്നാ കുഴപ്പമില്ല. പിന്നെ എന്നാ ഇവരോടൊക്കെ ചിരിക്കാനും വർത്താനം പറയാനൊക്കെ മേലായിരുന്നോ? നിങ്ങളൊക്കെ ചുമ്മാ ചെയ്ത് നടക്കണമല്ല. സമയം കളയാനുള്ള ആൾക്കാരാ ഇവരൊക്കെ അല്ലേ? ആണോ? ഒരു പണിയെടുക്കുന്നില്ല. അത് ശരിയാ. ഇപ്പൊ കുറച്ചുനാളായിട്ട് പണിയൊന്നും എടുക്കുന്നില്ല. പുറത്തുള്ള കാര്യമായാലും മൃഗങ്ങളുടെ കാര്യങ്ങളൊക്കെ വരെ നല്ലൊരു നടത്തണുണ്ടോ? അതൊക്കെ ചെയ്താലേ ഉള്ളു അമ്മയ്ക്ക് പണിയാവുള്ളൂ. തീറ്റ കൊടുക്കാൻ വെള്ളം കൊടുക്കാൻ ചെയ്യണ്ടേ? അതൊന്നും ചെയ്യുന്നില്ലേ, മടി പിടിച്ച് കേറിയിരിക്കുക. അതൊക്കെയാ ജോലി. പക്ഷെ അതൊന്നും ചെയ്യാതൊന്നും കിട്ടാനില്ല കേട്ടോ. മനുഷ്യരെക്കാളും അതാണ് മനുഷ്യ. അതൊക്കെ അറിയാൻ മേലാത്ത മനുഷ്യർക്കെന്ന് പറയാൻ മനുഷ്യൻ ചെയ്യണം, അവർക്കറിയാം. പിന്നെ സമയത്ത് ചെയ്യണം. ചോദിച്ച് മേടിക്കാൻ പറ്റും. അറിയത്തില്ല. ജോമനെ പശുവിന്റെ ആടിന്റെ ഒന്നും അടുത്ത് കോഴിയുടെ അടുത്തൊന്നും പോകാത്തതുകൊണ്ടാ പുറത്തുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. ഇപ്പൊ അമ്മ കോഴിയുടെ പശുവിനെ ഒന്നും നോക്കുന്നില്ലല്ലോ. ഇപ്പൊ പശു തൊഴുത്തിലോട്ട് നോക്കുന്നില്ല, പശുവിനെ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ ഓർമ്മയിൽ മുഴുവൻ അതാണ് കിടക്കുന്നത്. പണ്ട് പശുവും പാടും കോഴിയും വളർത്തിയ കഥകളാണ് ഇപ്പോഴും മനസ്സിലുള്ളത്. അതൊക്കെ നോക്കി അന്ന് ശരിയാ, മുട്ടയൊക്കെ വിറ്റാണല്ലോ പയറൊക്കെ വേണ്ടി കറി വെക്കുന്നത് എന്ന് പറഞ്ഞ പോലെ വിചാരമായിരിക്കും ഇപ്പോഴും ഉള്ളത്.
വൈകിട്ട് വയറ് മേടിച്ചു. ഇവാനെ ഐസ്ക്രീം എടുക്കുന്നുണ്ടോ? അമ്മച്ചിക്ക് കൊടുക്കാം ഐസ്ക്രീം. നീ വരുന്നില്ലേ? ഐസ്ക്രീം മേടിച്ചു കേട്ടോ, ചൂടായതുകൊണ്ട്. ചൂടത്ത് ഐസ്ക്രീം ചെന്നാൽ ഉള്ള പനിയും ജലദോഷം പിടിക്കും. അല്ലാതെ വിവാൻ ഇച്ചിരി ഐസ്ക്രീം തിന്നണം, എനിക്കും ഇച്ചിരി ഐസ്ക്രീം തിന്നണം. വിവാൻ ഇപ്പൊ ഡയറ്റിംഗ് ഒക്കെ നിർത്തിയോ? അല്ല, നിർത്തി. ഞാൻ വഴക്ക് പറഞ്ഞു വാനെ കൊണ്ട് പോടുന്നു. ആ കൊച്ചൊരു സാധനം കഴിക്കുന്നില്ല. ഇവൻ ഭയങ്കര 2 ഡയറ്റിംഗ് മാസം ജിമ്മിലും പോയി എല്ലാ സാധനവും ഉപേക്ഷിച്ച് പഞ്ചസാര മാത്രം എടുക്കുന്നില്ല. കാപ്പിക്കുരു അമ്മയമ്മനോട് കാപ്പിക്കുരു പറിച്ചിട്ട് വിറ്റ പൈസക്ക് മേടിച്ചിരിക്കുന്ന കേട്ടോ. പിന്നെ പിന്നെ അമ്മയമ്മനോട് കാപ്പിക്കുരിയൊക്കെ പറിച്ച് വിറ്റ് എന്നിട്ട് അതിന് ഐസ്ക്രീം മേടിച്ചു. ഇതെന്റെ അമ്മ എനിക്ക് പൈസ തന്നതാ. ആണോ? എനിക്കിട്ട് ഇവിടെ ഒളിഞ്ഞു നോക്കുന്നുണ്ടേ. സ്പൂൺ പോയി. ബലമില്ലാത്ത സ്പൂണോട് അത്ര ഏടായിരിക്കുന്നു. ഐസ്ക്രീം വരാൻ പോയ പിന്നെ അത് ഒടിഞ്ഞു പോയില്ലേ. ആ ബലമല്ല, കട്ടിയുള്ള സ്പൂണോട് ഇരിപ്പുണ്ടല്ലോ, അതെടുത്ത് ഉണ്ടാക്കാനല്ലോ. ഈ കട പറഞ്ഞ സ്പൂൺ എടുത്ത് ഉണ്ടാക്കിയത്. അമ്മ ഭയങ്കര തണുപ്പാണ്. തണുപ്പാണ് പോട്ടെ. നമ്മുടെ ദേഷ്യം മാറട്ടെ. തണുപ്പ് വിവാനിപ്പ എടുക്കണോടാ. ഞാൻ എലിക്കുട്ടിയമ്മനെ ഇവിടുന്ന് കൈകാട്ടി വിളിച്ചേ. അപ്പം അവിടെ ഇരുന്ന് പറയും, എന്നതാ ഇങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞ് അതെൻ്റെ അടുത്ത് കൈ കാണിക്കുന്നുണ്ടെന്ന്. ബാ വരുന്നുണ്ടേ. അത് കട്ടിയായിരുന്ന സുഖമില്ല. ബാ ഇങ്ങോട്ട് ഇത് കണ്ടില്ലേ? ഇതെന്നാ നോക്കി, ഇതെന്നാ നോക്കി, ഇത് ഇതെന്നാ പരിപാടി, ഇതെന്നാ പരിപാടി? ഏതാണ്ടൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. ഐസ്ക്രീം ഐസ്ക്രീം തിന്നാ, ഐസ്ക്രീം തിന്നാ. അമ്മയ്ക്ക് അമ്മയ്ക്ക് എനിക്ക് നിർബന്ധമുണ്ട്. അമ്മയ്ക്ക് എലിക്കുട്ടി അമ്മയ്ക്ക്. നല്ല തണുപ്പല്ലേ? ആണോ? ഇല്ല, വേണ്ട. തണുപ്പ് പോയിട്ട് നിന്നാ മതി കേട്ടോ. അവിടെ വെച്ചേക്കാം. ജോമോൻ എടുക്കട്ടെ. എനിക്ക് ശാല എടുത്തോ. അമ്മക്ക് കണ്ടമാനം തണുപ്പായ കഴിഞ്ഞാൽ അമ്മ കഴിക്കില്ല. തിന്നോ. അമ്മക്ക് വലിയ സ്പൂൺ കൊടുക്കും. ചെറിയ സ്പൂണില്ലേ? മൊത്തം വായിലോട്ട് വേണം. തണുപ്പാകുമ്പോൾ ഇപ്പോൾ വരും കണ്ടോ. ആ അതാ ഞാൻ വലിയ സ്പൂൺ, ചെറിയ സ്പൂൺ കൊടുത്താൽ മതി. ഇച്ചിരി മാറിക്കോളും. ഇതല്ലേ നല്ലത്. വലിയ തണുപ്പൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഇച്ചിരി ഐസ്ക്രീം മേടിച്ച് കഴിക്കും കേട്ടോ, ചൂടുകാലമൊക്കെ ആയതുകൊണ്ട്. അമ്മ തിന്നോ, അമ്മ തിന്നോ. ഒരു മൂടി വെച്ചാൽ എത്തുമോ? മൂടി വെച്ച വെള്ളമായി പോവും. വെള്ളാവും. വയറ് തന്നെ കുറച്ചേ. ഇച്ചിരിയൊക്കെ ഉള്ളൂ. തിന്നോ, വെള്ളമായി വെള്ളമായി തിന്നോ. കഴിക്കത് വെള്ളമില്ലേ? അതടുത്തു വെള്ളമായി. തണുത്തില്ല ഇപ്പം. കുറേശ്ശെ കൊടുക്കത് തണുപ്പേ. മതി മതി. അത് കണ്ടോ, അതിനകത്ത് നട്ട്സ് എല്ലാം എടുത്തു കണ്ടോ. ഈ അമ്മയുടെ കാര്യം കല്ലല്ലത്. അതെ, അണ്ടിപ്പരിപ്പാമേ, അണ്ടിപ്പരിപ്പ്. ചവച്ചേ ചവച്ചേ. ദൈവമേ, അതിനകത്ത് എടുത്തോട്ട് വരുന്നു. അത് ചവച്ച് തിന്നോ.
ചവച്ച് തിന്നോ? പോലെയല്ല. ആ ചവയ്ക്ക് അത് തീർന്നു. ഇതും കൂടെ ഒന്നുമില്ല. മതി മതി. അവിടെ മതി പറഞ്ഞ കേൾക്കാൻ നല്ല രസമുണ്ട്. തണുത്തോ? തണുപ്പായില്ലേ ഇപ്പൊ? അത് മതി. പോയി കിടക്കാം. നമുക്ക് തിന്നാ പോയിരിക്കാം. അച്ഛനെ അവിടെ പോയിരിക്കാം. തിന്നാ വന്നിരുന്നിട്ട് കുറച്ച് ദിവസം ആയില്ലേ? തോർത്തൊക്കെ ഇന്ന് ഇങ്ങനെ ഇട്ടിരിക്കണോ? തലമുടി ജീവിച്ചു കൊടുത്താ അന്നത്തെ എന്നോട് ദേഷ്യപ്പെട്ടു. തലമുടി ജീവിപ്പിച്ചു. മറ്റേ ഇങ്ങനെ മൊത്തം വേദന കിടക്കുമായിരുന്നു. എന്നോട് വഴക്കുണ്ടാക്കി. ഒത്തിരി ദിവസമായില്ലേ പുറത്തു വന്നിരുന്നിട്ട്. മഴക്കാരൊക്കെ ഉണ്ടല്ലോ. മഴ പെയ്യോ? മഴക്കാറുണ്ട്. എന്നാ ചൂടായിരുന്നു ആ ഉച്ചയ്ക്ക് അവിടെ കാവല വരെ പോയിട്ട് വന്നിട്ട്. മുഴുവൻ മഴക്കാറാണ്. മഴക്കാറൊന്നും വലിയ ഉണ്ട്. പക്ഷെ ഒത്തിരി ഭയങ്കര ചൂടാ. മഴ പെയ്യുമായിരുന്നു. പുല്ലൊക്കെ വെള്ളം ഇല്ലാതെ ഇല്ലെന്ന് ഇപ്പൊ എല്ലാവർക്കും വെള്ളമുണ്ട്. അടുത്ത മാസത്തോടെ കഴിയുമ്പോ വെള്ളം പറ്റി കഴിഞ്ഞാൽ എന്നാ ശരിയാണെന്ന് പറയാൻ പറ്റും. വെള്ളം ഒന്നും പറ്റിയല്ലെന്നേ. ആരും അത് പറ്റും. എല്ലാരും വെള്ളം അടിപ്പിക്കുന്നേ. ഇപ്പൊ പണ്ടത്തെ പോലെ ചുമക്കാനൊന്നും പോയില്ല ഇപ്പൊ ഉള്ളവരൊന്നും. വെള്ളം അടിപ്പിക്കാൻ നോക്കാൻ പോകില്ല. എന്നാലും ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പിന്നെ കൊണ്ടുവരും. ആര്? ഉള്ളിടത്തുനിന്ന് പൈസ കൊടുക്കണം. അപ്പം പൈസയ്ക്ക് മേടിക്കും വെള്ളം. പൈസ ഒന്നും കിട്ടില്ല. ഇതെല്ലാം ഞങ്ങളുടെ സ്ഥലങ്ങളാ. കേട്ടോ. ഇതെല്ലാം ഞങ്ങളുടെ എലിക്കുട്ടിയമ്മയുടെ സ്ഥലങ്ങളാട്ടോ. അതിനകത്ത് കിടന്ന് കന്നുകാലി എല്ലാം കെട്ടി മഴക്കാറ് എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക അല്ലേ? കന്നുകാലിനെയൊക്കെ കെട്ടി എല്ലാം നശിപ്പിച്ചിട്ടിരിക്കുക അല്ലേ എലിക്കുട്ടിയമ്മ? വെച്ചില്ലല്ലോ. ആ ചാക്കിലായിട്ടിരിക്കണേ. അത് കാപ്പിക്കുരി. എന്റെ കയ്യിലത് എടുത്ത് അത് മഴ പെയ്യല്ലേ അവിടെ ഇരുന്നോളും. പിന്നെ നാളെ എടുത്ത് ഞാൻ വെക്കണ്ടേ? മഴ ആർക്കും മഴ പെയ്യല്ല. മഴ പെയ്താൽ അത് നനഞ്ഞോട്ടേന്നേ ഞാൻ കരുതുള്ളൂ. മഴയെ എനിക്ക് അത്യാവശ്യം. എന്ത് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു മഴ പെയ്യുവാണെല്ലാം നനഞ്ഞ് പിന്നെ ഒന്ന് ഉണങ്ങിയെടുക്കണം. സാരില്ല. പിന്നെ വെയിലല്ലേ തെളിയുന്നേ? കൊണ്ടു നടക്കണം. ഇല്ലെന്നേ. വെയിലല്ലേ തെളിയുന്നേ? വെയിലിന്റെ ഒരു ചൂട് കരികല ഒന്നും വിറ്റടിച്ചില്ല. മുഴുവൻ കരികലയാണ്. പ്രാർത്ഥന സ്ഥലത്ത് എന്നിട്ട് എന്നാണാവോ എല്ലാവരും ഉറങ്ങുമായിരുന്നു. പ്രാർത്ഥന ശരിയല്ലേ? എന്തോ ഒരു ഉറക്കം തോന്നുന്നത് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അച്ഛൻ തന്നെ പറഞ്ഞു. എന്നിട്ട് ആടല്ലായിരുന്നു ഉറക്കം തോന്നുവാണ്. നമ്മുടെ പ്രാർത്ഥന എന്നത്തെ എൻ്റെ അമ്മോ എന്നാ ഒച്ചയായിരുന്നറിയോ? ഇന്നലെ ഉച്ച കഴിഞ്ഞ ചെല്ലിയ പോലെയുള്ള ഭയങ്കര ഒച്ചലുള്ള ചെല്ലിച്ചായിരുന്നു. ചെല്ലി അവസാനം പ്രാർത്ഥന അലച്ചുകൊട്ടി ചെല്ലിയല്ലേ? ഏലിക്കുട്ടിയമ്മ ചെല്ലിന്ന് ജോമോൻ പറഞ്ഞു. ഒച്ചേല് ചെല്ലിന്ന്. ഒച്ചേല്. അത് കഴിഞ്ഞ് ഒച്ചേല് ചെല്ലിന്ന്. ഇവിടുന്ന് ഉള്ളവരാണോ? അമ്മ പ്രാർത്ഥനയില്ലേ? പ്രാർത്ഥന ഏലിക്കുട്ടിയമ്മ ഇല്ലേ? ഉറക്കെ ചെല്ലിന്ന്. അതുകൊണ്ടാണോ ഉറക്കെ ചെല്ലിന്ന് ജോമോൻ പറയൂ. ഇല്ലേ ശ്വാസം മുട്ടലായിരുന്നു. അതുകൊണ്ട് ശ്വാസം മുട്ടലുണ്ടായിരുന്നു അമ്മയ്ക്ക്. അതുകൊണ്ട് അതങ്ങ് മാറി. പ്രാർത്ഥന ഉറക്കെ ചെല്ലിയത് കൊണ്ടേ ശ്വാസം മുട്ടലങ്ങ് മാറിപ്പോളൂ. ഭയങ്കര മുട്ടലായിരുന്നു അവസാനം. മറ്റേ പട്ടിയുടെ സ്വഭാവമാണല്ലോ ഇവരും എടുക്കുന്നത്. പ്രാർത്ഥന പിന്നെ അകത്തോട്ട് കയറാം. ശക്തി കുറഞ്ഞു വന്നപ്പോഴത്തേനും ഞാൻ ചെന്ന് നേരത്തെ പിന്നെ നിർത്തി. കാട് വെട്ടോട് പറഞ്ഞ അർത്ഥം കഴിഞ്ഞു. ആരാ? കൂട്ടിക്കേറാറായി. കാക്കയാ? കാക്ക കാക്ക വെളുപ്പിന് 12 മണിക്കും 2 മണിക്കൊക്കെ ഇരുന്ന് കരയുന്ന കേൾക്കാം. കാക്കയ്ക്കൊന്നും ഉറക്കയില്ലെന്നോ? അമ്മേനെ പോലെയാണോ രാത്രിയും പകലൊന്നും കാക്കയ്ക്കും അറിയത്തില്ലെന്ന് അത് അവിടെ ചെന്ന് എവിടെയെങ്കിലും ചെന്ന് കൊത്തി പറിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേ? അതിന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണ്ടേ? ആരും അറിയാലോ അത് കൊണ്ടുവന്നത്. അതും തിന്നും മൃഗത്തിനും കൊടുക്കും. കാക്കയും കിടന്ന് കാക്ക
ധാരാളം പിന്നെ മഴക്കാറാ. മഴക്കാരൊന്നും വലിയ അരിയല്ല. ഇന്ന് പെയ്യുവാ. എവിടെ പെയ്യ? മഴയൊന്നും പെയ്യാറൊന്നും ആയിട്ടില്ല. ഇതിനകത്തോട്ട് അങ്ങോട്ട് തന്നെ കപ്പയൊക്കെ പോയോ? കപ്പയൊന്നും അവിടെ ഇല്ല. ഉണ്ടോ? ഇല്ല. എല്ലാം അങ്ങോട്ട് അകത്തോട്ട് കയറാന്നല്ലോ. ഇനി എപ്പോഴാ ചെല്ലണേ? ജോമോനെ വിളിച്ചോണ്ട് നോക്കും. ജോമോനെ വിളിച്ചോണ്ട് നോക്കും. ജോമോനെ? ഓ അതിന് ഓ വെക്കുന്ന അതിനെ ഓന്ന് വെച്ച് ഓന്ന് വെച്ചതിന്റെ കാര്യം എന്നാ? അതിനാ പറ, എല്ലാരും കേക്കട്ടെ. എന്നാ ഓ വെച്ചേന്ന്? എന്തുവാണ് അങ്ങനെയൊക്കെയാണ് അവനാൻ തന്നെ തീരുമാനമെടുക്കാം. എന്നാ തീരുമാനം എടുക്കാനാണ്? പ്രാർത്ഥന ചെല്ലാം. പ്രാർത്ഥനയില്ലേ? ഇന്ന് മൊത്തം ചെല്ലിച്ചില്ലായിരുന്നു. കൊണ്ടൊക്കെ ഇന്ന് മൊത്തം പ്രാർത്ഥന. ഒരു ജീവി കയറുന്നു. അത് തന്നെ ഒരു കൂടെ അവിടെ ഉണ്ട്. അതാണ് ആകാശം ഏതോ ജീവിയുടെ കൂടുണ്ട്. അതിനകത്ത് മുട്ട എടുക്കാൻ വല്ല മകരവനായിരിക്കും, വേറെ വല്ല ജീവി. ഉപ്പനാണോ അത്? ഉപ്പനായിരിക്കും. ഉപ്പൻ പ്രാണിയൊക്കെയല്ലേ തിന്നുന്നേ? അപ്പം അങ്ങനെ മുട്ടയൊക്കെ എടുത്തോണ്ട് പോകും. ആണോ? അതിനകത്ത് കേറിയിട്ട് ഉപ്പൻ അതിനകത്ത് വല്ലതും തന്നെ ഇത് കാണും, അതിനെ പിടിക്കാൻ കരുതായിരിക്കും. ഉപ്പൻ്റെ കൂടെ കാണാമെന്ന് പറഞ്ഞിട്ടില്ല. പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കാൻ സമയമായില്ല. മെയിൻ വന്നിങ്ങനെ ഇന്നിട്ട് തന്നെ ഫലം. വഴിയെ പോണവരെ കാണണ്ടേ? അടുത്ത മഴ വരുക ശക്തിയായിട്ട്. ഇന്ന് മഴയൊന്നും പെയ്യ. ആണോ എലിക്കുട്ടിയമ്മ? ഏപ്രിൽ പെയ്യോ മഴ? ഏപ്രിൽ മഴ പെയ്യുമായിരിക്കും അല്ലേ? ഏപ്രിലോ? പിന്നെ മഴ പെയ്യില്ല. ഇനി കുംഭമേശം കുംഭമീനമാസം മലയാള മാസത്തിലാണ് പറയുന്നത്. കുംഭം മീനം മേട ഇടവത്തിലേക്ക് മഴ വീടല്ലേ? ആകാശം മുഴുവൻ മഴക്കാറായി. വിവീനാനെ ഒന്ന് വിളിക്കട്ടെ. വിവീനാനെ ഒന്ന് വിളിക്കട്ടെ. അവള് കോളേജിലല്ലേ? കോളേജിലാ. ആണോ? അവളെ ഒന്ന് വിളിക്കട്ടെ. അപ്പോൾ വൈകിട്ട് വരുമോ? ഇല്ല ഇല്ല, അവിടെ നിൽക്കുമല്ലേ. ആണോ? രായും പകലും എവിടെയാണ്? അത് ശരി. എത്ര നാളായി? 2 വർഷമായി. 2 വർഷം? അത്ര ആയോ? ഓ, പഠിത്തം ഭയങ്കരമാണ്. 4 വർഷത്തെ പഠിത്തം. പഠിച്ചു കഴിയുമ്പോഴത്തേനും പൈസ കുറെ ആവും. അതൊക്കെ ആവും. അത് അമ്മയ്ക്ക് അറിയാല്ലേ? അത് മറന്നിട്ടില്ല. പഠിച്ചു കഴിയുമ്പോ കുറെ പൈസ ആവുന്നു. പഠിപ്പിക്കണ്ടേമേ എലിക്കുട്ടിയമ്മേ? പഠിപ്പിക്കണ്ടേ? ജോലി വേണ്ടേ? പിന്നെ പഠിപ്പിക്കാൻ ജോലി വേണ്ടേ? അല്ല ചുമ്മാ കഞ്ഞിയും കറിയും വെച്ച് വീട്ടിലിരുന്നാ മാത്രം മതിയോ? പഠിപ്പിക്കാൻ പഠിത്തം നല്ലതായിരിക്കും. പഠിത്തം നല്ലതും ആയിരിക്കണ്ടേ? നല്ലതും എല്ലാം ജോലി കിട്ടുന്നത് വേണ്ടേ പഠിപ്പിക്കാൻ? ലോകത്തോട് യുദ്ധമുള്ളത് ഇതായിരിക്കണം. യുദ്ധോ? ലോകത്തോട് ലോകം നടന്ന് ഭയങ്കരമായ വെള്ളം ഉണ്ടാക്കിയത്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല അമ്മ എന്താ പറയുന്നേന്ന്. ഞാൻ മനസ്സിലായില്ല. വേറെ വിഷയത്തിലോട്ട് പോകാം. അമ്മയ്ക്ക് പേടിയാണോ? കണ്ടില്ലേ? അമ്മയ്ക്ക് പേടിയാണോ? അമ്മയുടെ മകനെ ഇവിടെ ഇരിപ്പില്ലേ? പേടിയുണ്ടോ അമ്മ? ഇടിയും മിന്നലൊക്കെ ഒന്നുമില്ല. ആര് പറഞ്ഞു? ഇല്ല, ഒന്നുമില്ല. പേടിയാണോ അമ്മയ്ക്ക്? നമുക്ക് പോയേക്കാം. പേടിയാണോ ഇവിടെ ഇരിക്കണ്ട. ഭയങ്കര മഴക്കാറ്. എന്നാ പോകാം. പോണോ? അവിടെ കിടന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ പിന്നെ ഒരു ശല്യം. എന്നാ പോയേക്കാം. ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ടാ പോട്ടെ. ചെരുപ്പ് തന്നെ അമ്മ ഇടാത്തത്. അതിനെ മറന്നു പോണതാണോ? ഇവിടെ വരുമ്പോ മാത്രമേ ഇടുന്നു. ഇവിടെ വരുമ്പോഴോ? പ്രാർത്ഥിക്കാൻ പോകുമ്പോ ഇടുന്നതാണ് ഞാൻ ചോദിച്ചാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു ചെരുപ്പ് കേട്ടല്ല പ്രാർത്ഥിക്കുന്നത്, ചെരുപ്പില്ലാതെ പ്രാർത്ഥിക്കണെന്ന് പറഞ്ഞു. അന്നേരപ്പോ അത് എങ്ങോട്ടാ ഞാൻ പോയതിന്? അമ്മ വരുവാണ് എന്റെ കൂടെ. ഞാൻ ഫോൺ എടുക്കാൻ പോയി. വിവീനാനെ വിളിക്കട്ടെ. വിവീനാനെ വിളിക്കട്ടെ. പിന്നെ വിശേഷം അറിയട്ടെ. അവള് വിളിച്ചായിരുന്നല്ലേ? അവള് വലിയവളോ? അല്ല, അവിടെ കൂട്ടുകാരികളൊക്കെ ഉണ്ട്. കൊറേ പിള്ളേരുണ്ട്. പിള്ളേരോ? എടുക്കണം കേട്ടോ. ഇന്ന് എനിക്ക് ആവി എടുക്കണം.